മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നെവിൻ രാവിലെ തന്നെ നമ്മുടെ ജിഷിനെയും ജിസയിലെയും പേടിപ്പിച്ചിരിക്കുകയാണ്. അവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് പേടിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. ബിഗ് ബോസ് ബാറ്ററി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അതിനുവേണ്ടിയാണ് നമ്മുടെ നെവിൻ സ്റ്റോർ റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് സ്റ്റോർ റൂമിൽ കുറേ റാക്കുകളുണ്ടല്ലോ, അതിലൊരു ഷെൽഫിൽ കയറി ഇരിക്കുന്നു. ആദ്യം വരുന്നത് ജിസയിലാണ്. ജിസയിൽ വരുമ്പോഴേക്കിനും സത്യം പറഞ്ഞാൽ നെവിൻ ഒളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷെൽഫിലേക്ക് കയറാൻ പറ്റുന്നില്ല നെവിന്. പാതി ബോഡി ഷെൽഫിൻ്റെ അകത്തും പകുതി ബോഡി ഷെൽഫിന് പുറത്തുമായിരുന്നു. അത് ജിസയിലെ ഡോറ് തുറന്നു വരുമ്പോൾ തന്നെ കാണുന്നു. നിലത്തിരുന്നിട്ട് നെവിനാണെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അതിനിടയിൽ ഷെൽഫിൻ്റെ അകത്ത് ബോഡിയും ജാമായി പോയി. ലാസ്റ്റ് നമ്മുടെ ജിസയിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ നെവിൻ തന്നെ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല, തടിച്ചു കൊഴുത്തു എന്ന്. പിന്നെ എന്തായാലും വീണ്ടും ഒളിച്ചിരിക്കുന്നു. ഈ തവണ ജിഷിനാണ് വരുന്നത്. പക്ഷെ ജിഷിൻ പെട്ടെന്ന് പേടിച്ചിട്ടോ. കാരണം സ്റ്റോർ റൂമിൽ ആ സമയത്ത് ആരെയും പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് ഷെൽഫിൽ നിന്ന് നെവിൻ ഇറങ്ങി വന്നപ്പോൾ ജിഷിൻ ശരിക്കും പേടിച്ചു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച ഷാനവാസ് നെവിൻ ആ ഒരു ഇഷ്യൂ കാരണം കുറച്ച് ഡൗൺ ആയിരുന്നു നെവിൻ. എന്തായാലും വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു എൻ്റർടൈനറായിട്ട് വരുന്നുണ്ട്. കുറച്ചൊക്കെ ആക്റ്റീവായി വരുന്നു. നെവിൻ നല്ല രീതിക്ക് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അരോചകമായി തോന്നും. കാരണം ഈ ഫുഡ് അടിക്കുന്നത് ആദ്യമൊക്കെ തമാശയായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ എന്തിനും ഏതിനും ഫുഡ് അടിയാണ്. ചില സമയത്ത് അതിൽ ചില കാര്യങ്ങൾ അരോചകമായി തോന്നുമെങ്കിലും ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ നെവിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും നെവിൻ ഈ ഒരാഴ്ച കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.